ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ 10% വീതം വർദ്ധിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഒരു ചതുരത്തിൻ്റെ അഥവാ സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും അതിൻ്റെ വശങ്ങൾ 10% വീതം ഇൻക്രീസ് ചെയ്താൽ 10% ഇൻക്രീസ് നൽകിയാൽ അതിൻ്റെ ഏരിയയിൽ എത്ര % ഇൻക്രീസ് ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ വശം എ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പരപ്പളവെന്ന് പറയുന്നത് A² ആയിരിക്കും. അപ്പോൾ ഇവിടെ എയുടെ തന്നെ ഒരു 10%, അതായത് 10/100 ഓഫ് എ കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ A + 10/100 A, 10% ഓഫ് എ എന്നുള്ളതാണ് 10/100 ഓഫ് എ. ഇവിടെ 100 കോമൺ ഡിനോമിനേറ്റർ ആകുന്നു. 100A + 10A = 110A/100. എന്നെ സിംപ്ലിഫൈ ചെയ്താൽ 11A/10. ഇനി നമുക്ക് പുതിയതായിട്ടുള്ള പരപ്പളവ് ഇൻക്രീസ് ചെയ്ത് 11A/10 ആയ ശേഷം അതിൻ്റെ പരപ്പളവെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. എ ആയിരുന്നപ്പോൾ A² എടുത്തതുപോലെ ഇവിടെ 11A/10 ദ ഹോൾ സ്ക്വയർ, അതായത് 121A²/100. ഇതാണ് പുതിയതായിട്ടുള്ള പരപ്പളവ്. ഇനി ഇതിൻ്റെ വ്യത്യാസം, ഇപ്പോഴത്തെ 121A²/100 മൈനസ് ആദ്യം എ ആയിരുന്നപ്പോൾ ഉള്ള പരപ്പളവ് A² ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണുക. 100 എന്നുള്ളത് കോമൺ ഡിനോമിനേറ്റർ ആകുന്നു. 121A² മൈനസ് 100A² ന്യൂമറേറ്ററിൽ വരുന്നു. ദാറ്റ് ഈസ് 21A²/100. അപ്പോൾ ഇവിടെ ശതമാനം, എത്ര ശതമാനം വർദ്ധിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു 100ൽ എത്ര കൂടി? 21% വർധനവുണ്ടായിരുന്നത്. A² എന്നുള്ളത് 121A²/100 എന്ന രീതിയിലാകുമ്പോൾ 21% വർധനവ്. ഉത്തരം 21%, 21%. ലോങ് ക്ലാസ്സിൽ ഇതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും സിമിലർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.